കാരശ്ശേരി വല്ലത്തായ്പാറയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. പുലർച്ചെ പുലിയെ കണ്ടുവെന്ന് കപ്പാല സ്വദേശി ജസീർ പറഞ്ഞു. എന്നാൽ കാട്ടുപൂച്ചയാണ് നേരത്തെ വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട മാതിരി തന്നെ ഇന്നും പുലിനെ കണ്ടിട്ടുണ്ട്. അവർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രാവിലെ 3:30 സമയത്ത് അതേ സ്ഥലത്ത് തന്നെ പുലി അവിടെ കിടക്കുകയാണ് കണ്ടത്. അതിൻ്റെ 2 ദിവസം മുന്നേ വീണ്ടും ഇതേമാതിരി ബാസിത്ത് പറഞ്ഞ ഒരാൾ കപ്പാലുള്ള ഒരു ബാസിത്ത് കണ്ടിരുന്നു. നമ്മൾ ഈ വിവരങ്ങളൊക്കെ ഫോറസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ക്യാമറ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉണ്ടാക്കാന്നാ പറഞ്ഞ്. ജനങ്ങളൊക്കെ ആശങ്കയിലാണ്. കാരണം രാവിലെ നടക്കാൻ പോകുന്നവരും ടാപ്പിങ്ങിന് പോകുന്നവരും ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു റോഡാണിത്. അപ്പോൾ അതിൻ്റെ ആശങ്ക അകറ്റൽ നിർബന്ധമാണ്. സംഭവം രാവിലെ നമുക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഞാനെൻ്റെ ജ്യേഷ്ഠനാണ് പോകുന്ന സമയത്ത് വെള്ളത്തേപ്പാറ പാലത്തിൻ്റെ ആണ് നമ്മളെ മുക്കത്തേക്ക് തിരിയുമ്പോൾ ഒരു 100 മീറ്റർ 50 മീറ്റർ മാറിയിട്ടാണ് ഈ സാധനത്തിനെ കാണുന്നത്. അതായത് നല്ല സൈസുള്ള സാധനമാണ്. അതാണ് ഇങ്ങനെ പതുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തെത്തിയപ്പോഴാണ് ഇങ്ങോട്ട് പൊന്തുന്നത്. പൊന്തിയപ്പോൾ നല്ല സൈസ് ഉണ്ട് സാധനം. സംഭവം 99% പുലി തന്നെയാണ്. അത് മാറ്റില്ല. രാഹുൽ സുരേഷ് വരുമ്പോൾ രാഹുൽ, ആ മേഖലയിലുള്ളവർക്ക് പൂച്ച ഏതാ പുലി ഏതാ എന്നറിയാത്തവരും അല്ല. അപ്പോൾ വനം വകുപ്പ് അത് പുലിയല്ല പൂച്ച തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണോ? ഹാഷ്മി, ഇത് തുടർച്ചയായ 2ാം തവണയാണ് ഈ വല്ലത്തായ്പാറയ്ക്ക് സമീപമുള്ള കലിങ്കിന് സമീപം ഈ പുലിയെ കണ്ടുവെന്ന് നാട്ടുകാർ പറയുന്നത്. നേരത്തെ ഒരു ഓട്ടോ ഡ്രൈവർ സമാനമായ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഏതാണ്ട് പുലർച്ചെ 3 മണിയോടെ പുലിയെ കണ്ടുവെന്ന് പറയുകയും തുടർന്ന് വനംവകുപ്പ് അവിടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് അത് കാട്ടുപൂച്ചയാണെന്ന സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ഇന്ന് പുലർച്ചെ 3:30 വീണ്ടും ഇതേ സ്ഥലത്ത് തന്നെ പുലിയെ കാണുന്നു. അതുവഴി യാത്ര ചെയ്യുകയായിരുന്ന കപ്പാല സ്വദേശി ജസീറാണ് പുലിയെ കണ്ടുവെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടിയാണ് നമ്മളിപ്പോൾ കേട്ടത്. ജസീർ മാതാവിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ. അതിനിടയിലാണ് ഈ കലിങ്കിന് സമീപം ഈ പുലി നിൽക്കുന്നതായി കാണുന്നത്. തുടർന്ന് ഇവർ അതുവഴി ആശുപത്രി ആവശ്യമായതിനാൽ വേഗം കടന്നുപോയി. പിന്നീട് ഇതിന് സമീപമുള്ള മറ്റൊരു വീട്ടിൽ അബ്ദുറഹീമിന്റെ വീട്ടുമുറ്റത്ത് കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാണെങ്കിലും വനം വകുപ്പിനെ വീണ്ടും ഈ സംഭവം അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ വനം വകുപ്പ് സംഘം ഈ പ്രദേശത്തെത്തി പരിശോധന നടത്തുമെന്നും അവിടെ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആളുകളൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. കാരണം ഈ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. രാവിലെ ഉൾപ്പെടെ നടക്കാൻ പോകുന്നു, കുട്ടികൾ ഉൾപ്പെടെ റോഡിലൂടെ നടന്നു പോകുന്നൊക്കെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് വലിയ ആശങ്കയിലാണ്. ആ ആശങ്കയ്ക്ക് ഒരു പരിഹാരം എന്നോണം ക്യാമറ വെച്ച് ഇത് പുലിയാണോ അതോ കാട്ടുപൂച്ചയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വീണ്ടും നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട്. അത് പുലിയാണ് എന്ന് തന്നെയാണ് നാട്ടുകാർ സംശയിക്കുന്നത്. മാത്രമല്ല അത് വലിയ സൈസിലുള്ള ഒന്നാണ്. അത് കാട്ടുപൂച്ചയേക്കാൾ സൈസുള്ള നാട്ടുകാർ പറയുന്നു. പക്ഷേ പുലിയൊന്നുമല്ല, കാട്ടുപൂച്ചയാണെന്ന് വനംവകുപ്പ് പറയുന്നു. അതൊന്നുകൂടി സ്ഥിരീകരിക്കണമെങ്കിൽ അവിടെ ക്യാമറ വെച്ച് സ്ഥാപിച്ചുകൊണ്ട് അത് സ്ഥിരീകരിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെയ്യണം. നാട്ടുകാർ വലിയ ആശങ്കയിലുമാണ്.